Hello everyone, welcome to our class where we'll explore the world of words. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th ഇംഗ്ലീഷിലെ സെക്കൻഡ് ചാപ്റ്റർ ഇൻ ദി ആറ്റിക് ബൈ വ്ളാഡിസ്ലാവ് ഷ്പിൽമാൻ. നമ്മളിതിൻ്റെ പേജ് വൈസ് സമ്മറിയാണ് നോക്കുന്നത്. നോക്കാം എന്താണ് പറയുന്നത് എന്ന്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മളൊരു ഹിസ്റ്ററി ഓർക്കേണ്ടതുണ്ട്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നടന്നിട്ടുള്ള ചില കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇത് നോക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മുടെ ഷ്പിൽമാൻ തന്നെ നമ്മളോട് എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ കഥയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. സോ ഹീ ഈസ് എ പാർട്ട് ഓഫ് ദ സ്റ്റോറി അല്ലേ. അദ്ദേഹത്തിൻ്റെ കൺമുമ്പിൽ നടന്നതും അനുഭവിച്ചതുമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കാരണം നമ്മുടെ പാഠം തുടങ്ങുന്നത് തന്നെ ഞാൻ ഒരു വാതിലിനടുത്ത് നിൽക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഹീ ഈസ് എ പേഴ്സൺ, എ ക്യാരക്ടർ ഇൻ ദിസ് സ്റ്റോറി. നോക്കാം എന്താണ് പറയുന്നതെന്ന്. സോ അദ്ദേഹം പറയാണ്, അദ്ദേഹം ഇങ്ങനെ ഒരു വാതിലിനടുത്തുള്ള ഒരു കസേരയിൽ ചാരി ഇങ്ങനെ കിടക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ചോദിച്ചു, തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആളോട് അദ്ദേഹം പറയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ നിങ്ങൾ എന്നെ എന്ന് പറയുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് ഒരാൾ നിൽക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊരു ഓഫീസറായിരുന്നു. അപ്പോൾ ഈ ഓഫീസർ പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ അയാൾ ചോദിക്കുന്നുണ്ട്, നീ എന്താ ചെയ്യുന്നത്, നീ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് ആ ഓഫീസർ ഇയാളോട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഷ്പിൽമാനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, ഞാനൊരു പിയാനിസ്റ്റ് ആണെന്ന് പറയുന്നു. അപ്പോൾ അയാൾ കൂടുതൽ നോക്കുന്നുണ്ട്, ഇദ്ദേഹത്തെ സൂക്ഷ്മമായി നോക്കിയിട്ട് ചോദിക്കുന്നു, എൻ്റെ കൂടെ നീ വരൂ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ മുറിക്കകത്തേക്ക് ചെന്നു. അവിടെ ഒരു പിയാനോ ഉണ്ടായിരുന്നു. ആ പിയാനോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഓഫീസർ പറയാണ്, നീ ഇതിലെന്തെങ്കിലും ഒന്ന് വായിക്കൂ, അതായത് പിയാനോയിൽ എന്തെങ്കിലും ഒന്ന് പ്ലേ ചെയ്യൂ എന്ന് പറയാണ്. അപ്പോൾ ഒന്നാമത്തെ പേജിൽ നമ്മൾ കാണുന്നത് രണ്ട് പേര്, ഒരു ഓഫീസറും പിന്നെ നമ്മുടെ ഷ്പിൽമാനും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് കാണുന്നത്. അങ്ങനെ ഈ ഓഫീസറിൻ്റെ മുമ്പിൽ ഇദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല ഭയം ഉണ്ടായിരുന്നു. കാരണം ഓഫീസർ നിൽക്കുന്നത് ഇദ്ദേഹത്തെ കൊല്ലാനാണെന്നുള്ള വ്യക്തമായ ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ പോലും അദ്ദേഹം വളരെ കൂളായിട്ടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഓഫീസർ ഇദ്ദേഹത്തോട്, നീ പ്ലേ ചെയ്യേ, ഞാൻ കേൾക്കട്ടെ, പിന്നെ ആരെങ്കിലും വന്നാൽ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ രീതിയിൽ ഇദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ശുഭാപ്തി വിശ്വാസം, ഒരു പ്രതീക്ഷ ഇദ്ദേഹത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും പേടിച്ച് കീബോർഡിൽ അദ്ദേഹം വിരൽ വെക്കുന്നു. 2.5 വർഷങ്ങൾക്ക് ശേഷമാണ് ഇദ്ദേഹം ഇതിലൊന്ന് തൊടുന്നത് പോലും. ഇദ്ദേഹത്തിൻ്റെ കൈകൾ മോശമായിരിക്കുന്നു അല്ലേ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ 2.5 കൊല്ലം ഇത് ഉപയോഗിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. പോരാത്ത ഭയം എല്ലാം ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ നഖങ്ങളൊക്കെ നല്ലപോലെ വളർന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും ചോപ്പിൻ്റെ നൊക്ടേൺ എന്ന് പറയുന്ന ഒരു ഭാഗം അദ്ദേഹം എന്ത് ചെയ്യാണ്, പ്ലേ ചെയ്യാണ്. അങ്ങനെ പിയാനോയിൽ ഇതെല്ലാം പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആകെ ഒരു നിശബ്ദതയും ഒരു ഭയാനകമായ ഒരു ചുറ്റുവട്ടത്ത് നിൽക്കുന്ന പോലെയാണ് ഇദ്ദേഹത്തിന് തോന്നുന്നത്. ആ സമയത്ത് പുറത്തുനിന്ന് ഒരു ജർമ്മൻകാരൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, ജർമ്മൻ ഓഫീസറുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവർ മിണ്ടാതിരിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, നീ ഇനി ഇവിടെ നിൽക്കരുത്. കാരണം എന്താ വെച്ചാൽ, നീ ഇവിടെ നിന്ന് പോവുക, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് ജീവിക്കാൻ പറ്റില്ല. നീ നഗരത്തിന് പുറത്തേക്ക് എവിടേക്കെങ്കിലും പോവുക, ഞാൻ നിന്നെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകാം, നീ അവിടെ കുറച്ചും കൂടെ സുരക്ഷിതനായിരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ഈ സ്ഥലം വിട്ടു പോകാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ഈ ഒരു അവശിഷ്ടങ്ങൾക്കിടയിൽ ഈ മനുഷ്യൻ ഒളിച്ചിരിക്കുന്നതിൻ്റെ കാരണം അദ്ദേഹം മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നീ ജൂതനാണോ എന്ന്. അപ്പോൾ ഇദ്ദേഹം പറയുന്നു, അതേ, ഞാൻ ജൂതനാണെന്ന്. അപ്പോൾ ഓഫീസർ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, രക്ഷപ്പെടാൻ പറ്റില്ല, ഇവിടുന്ന് പോകാൻ പറ്റില്ല അല്ലേ, എവിടെയാണ് നീ ഒളിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതാണ് നമ്മളെ പാഠത്തിൻ്റെ പേര്, ഇൻ ദി ആറ്റിക് അല്ലേ. തട്ടിലാണ് താൻ ഒളിച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ആ ഭാഗം പരിശോധിച്ച് നോക്കിയപ്പോൾ അവിടെ ഈ മച്ചിലേക്കുള്ളൊരു പ്രവേശന കവാടത്തിൻ്റെ അടുത്തായിട്ട് പലക കൊണ്ടൊരു അട്ടിക എന്ത് ചെയ്തിട്ടുണ്ട്, നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ലോഫ്റ്റ്. അതിലാണ് എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹം ഒളിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഓഫീസർ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്നുള്ള മട്ടിൽ. അദ്ദേഹം ഇല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇദ്ദേഹം എന്ന് പറയുന്നത്, സാരല്ല, ഞാൻ എന്തെങ്കിലും നിനക്ക് ഭക്ഷണം കൊണ്ടുവരാം എന്ന് പറയുന്നു. അപ്പോൾ
ഇദ്ദേഹം ഈ ഓഫീസറോട് ചോദിക്കുക, നിങ്ങൾ ജർമ്മൻകാരനാണോ എന്ന്. കാരണം താൻ പരിചയപ്പെട്ടിട്ടുള്ള ജർമ്മൻകാർ ഇങ്ങനെയല്ല, അല്ലേ? കാരണം ജർമ്മൻകാർ എത്രയോ ജൂതന്മാരെ ഇങ്ങനെ കൊല ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇയാളുടെ പ്രവൃത്തിയിൽ നിന്ന് ഇദ്ദേഹം ജർമ്മൻകാരൻ തന്നെയാണോ, എന്നോട് ഇത്രയും മര്യാദയ്ക്ക് പെരുമാറുന്ന ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലാണ് ഇത് നോക്കിക്കാണുന്നത്. ആ ചോദ്യം ഒരു അപമാനത്തോടുകൂടിയാണ് ഇദ്ദേഹം നേരിട്ടത്. കാരണം അദ്ദേഹം ജർമ്മൻകാരനാണ്, പക്ഷേ ലജ്ജയോട് കൂടിയിട്ടാണ് അദ്ദേഹം പറയുന്നത്, അതെ ഞാൻ ജർമ്മൻ തന്നെയാണ്, ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യത്തിലും എനിക്ക് അപമാനമുണ്ട്, ലജ്ജയുണ്ട് എന്ന് പറഞ്ഞ അദ്ദേഹം ഇദ്ദേഹത്തിന് കൈ കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്, എല്ലായിടത്തും ഏത് നശിച്ച ആളുകൾക്കിടയിലും ചില നന്മകൾ ബാക്കിയായിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. ഒരു വെളിച്ചം, ഒരു പ്രതീക്ഷ എന്നുള്ള രീതിയിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിലൊരു ഉദാഹരണമാണിത്. കാരണം ചുറ്റുമുള്ള ആൾക്കാരൊക്കെ മറ്റുള്ളവരെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ഈ ഒരു മനുഷ്യൻ രക്ഷപ്പെടുത്താനാണ് എന്ത് ചെയ്യുന്നത്, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇദ്ദേഹത്തിൻ്റെ ഒളിത്താവളത്തെപ്പറ്റി ചിന്തിക്കുകയാണ് അപ്പോൾ. കാരണം നല്ലൊരു താവളമാണ്, ആരും വന്ന് ചെക്ക് ചെയ്യാൻ സാധ്യതയില്ലാത്ത, തിരയാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലമാണ് എന്നൊക്കെ അദ്ദേഹം ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഡിസംബർ മാസത്തിൽ ഈ ഓഫീസർ വീണ്ടും ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി വരികയാണ്. വരുമ്പോൾ ഇദ്ദേഹത്തിന് കഴിക്കാനുള്ളതും എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായം എത്രത്തോളം ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അദ്ദേഹം വാസോ വിടുക ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. വാസോ സ്ഥലമാണ്, അവിടെ നിന്ന് പോവുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നീ ഒരിക്കലും നിരാശനാവരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നുണ്ട് ഓഫീസറോട്, എങ്ങനെയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടുക, ഈ തെരുവ് യുദ്ധത്തിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുക എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഓഫീസർ പറയുന്നൊരു മറുപടി, ഞാനും നീയും ഒക്കെ 4-5 വർഷമായിട്ട് ഇതിൽ പെട്ടുകിടക്കുകയല്ലേ, ഇതിൽ അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനിയും ജീവിക്കും, അത് ദൈവത്തിൻ്റെ താല്പര്യം അങ്ങനെയാണെന്ന് തോന്നുന്നു, എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ജീവിക്കും എന്ന് അദ്ദേഹം ഒരു ശുഭാപ്തി വിശ്വാസം കൊടുത്തിട്ടാണ് പോകാൻ വേണ്ടി തുടങ്ങുന്നത്. അപ്പോഴാണ് ഇത്രയും തന്നെ സഹായിച്ച ഈ മനുഷ്യനോട് ഒരു നന്ദിയെങ്കിലും പറയണ്ടേ എന്ന് ആഗ്രഹിക്കുന്നത്. അപ്പം പറയുന്നുണ്ട്, ഇത്ര കാലമായിട്ട് നമ്മൾ പരിചയപ്പെട്ടിട്ടില്ലല്ലോ, പേരൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ്, ഞാൻ എൻ്റെ പേര് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചോദിച്ചില്ലല്ലോ എന്ന് അവർ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ പോകുന്നതിനിടയ്ക്ക് പറയുന്നുണ്ട് ഇദ്ദേഹം, എന്താണ് ഇനി എങ്ങാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ഇദ്ദേഹം ആദ്യം ഒരു പോളിഷ് റേഡിയോയിലാണ് ജോലി ചെയ്തിരുന്നത്, അവിടെ ഇനിയും എന്ത് ചെയ്യും, ജോലിയിൽ കയറും. ആ സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നാലും നമുക്ക് കണ്ടുമുട്ടാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാം, എൻ്റെ പേര് ഷ്പിൽമാൻ എന്നാണ്, പോളിഷ് റേഡിയോയിലായിരിക്കും ഞാൻ ഉണ്ടാവുക, ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ അവരവിടെ നിന്ന് പിരിയാണ് ചെയ്യുന്നത്. വീണ്ടും ഒരു ഡിസംബർ മാസം തന്നെയാണ് നമ്മൾ കാണുന്നത്. കഠിനമായ തണുപ്പിൻ്റെ ഒരു സമയമാണ് കാണുന്നത്. ക്രിസ്മസ് വരുന്നുണ്ട്, പുതുവത്സരം വരുന്നുണ്ട്. 1945 പുതുവത്സരം വരുന്നുണ്ട്. രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറയുമ്പോൾ ആ ഒരു കാലഘട്ടമാണല്ലോ, 39 to 40s നടക്കുന്നത്. അങ്ങനെ ഓരോരോ ആഘോഷങ്ങളും ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. അപ്പോഴും എന്ത് കേൾക്കുന്നു, ഈ കൊടുങ്കാറ്റിൻ്റെ ശബ്ദവും ഇരുട്ടും ഇതൊക്കെ തന്നെയാണ് ഇദ്ദേഹത്തിന് ബാക്കിയായിട്ടുള്ളത്. കാരണം ഈ മച്ചിലാണ് അദ്ദേഹം ഇപ്പോഴും കഴിഞ്ഞുകൂടുന്നത്. എലികളുടെ ശബ്ദവും ഒക്കെ ആയിട്ട് അസ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. സോ അദ്ദേഹത്തിൻ്റെ പഴയ കാലങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുക. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തനിക്കൊരു വീടുണ്ടായിരുന്നു, എല്ലാ ക്രിസ്മസിനും അവിടെ പോകുമായിരുന്നു, മാതാപിതാക്കളുണ്ട്, സഹോദരന്മാരും സഹോദരികളൊക്കെ ഉണ്ട് അവിടെ. എന്നാൽ ഇപ്പോൾ എന്താണ്, അതെല്ലാം മാറി മറിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം, താനിപ്പോൾ ഒരു ഏകാന്തതയിൽ പെട്ടുപോയിരിക്കുന്നു എന്നൊക്കെ അദ്ദേഹം അവിടെ നിന്ന് ഓർക്കുകയാണ്. അങ്ങനെ സമാധാനപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ജനുവരി 14 പുറത്തുനിന്ന്, തെരുവിൽ നിന്ന് സാധാരണമായ ശബ്ദങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. പട്ടാളക്കാരുടെ ശബ്ദങ്ങൾ, ആളുകളുടെ ശബ്ദങ്ങൾ, ഇതെല്ലാം കൊണ്ട് ആകെ ഒരു പരിഭ്രാന്തമായിട്ടുള്ള അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ജനുവരി 15 പിറ്റേ ദിവസം അതിരാവിലെ അദ്ദേഹം ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ എന്ത് കേൾക്കുന്നുണ്ട്, അതുവരെ നിശബ്ദമായിരുന്ന സ്ഥലത്ത് മുഴുവൻ പീരങ്കികളുടെ ശബ്ദം കേൾക്കുന്നു. നിരന്തരമായ ഇടിമുഴക്കം പോലെ എന്തൊക്കെയോ കേൾക്കുന്നു. ചുമരുകളൊക്കെ കുലുങ്ങുന്ന പോലെ തോന്നുന്നു.
3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ടുള്ള കനത്ത വെടിവെപ്പ് അവിടെ നടക്കുകയാണ് എന്നുള്ളത് അദ്ദേഹത്തിന് അവിടെ അതിനകത്ത് ഇരിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. സോ അദ്ദേഹം ഉറപ്പിച്ചു ഏത് നിമിഷവും താൻ ഇനി കൊല ചെയ്യപ്പെടാം എന്നുള്ളത്. രാത്രിയാവുന്നു. രാത്രിയിൽ പെട്ടെന്ന് മറ്റു ശബ്ദങ്ങളൊന്നും കേൾക്കുന്നില്ല. ഒരു മണിയൊക്കെ ആവുന്ന സമയത്ത് വീണ്ടും എന്തൊക്കെയൊക്കെയോ കേൾക്കുന്നുണ്ട് ഇദ്ദേഹം. എന്ത് ചെയ്യുന്നു, അങ്ങനെ പിറ്റേ ദിവസം ആവുന്നു. പിറ്റേ ദിവസം എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിഷ് ഭാഷയിൽ എന്തൊക്കെയൊക്കെയോ പ്രഖ്യാപനങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു പോരാട്ടവും ഇല്ലാതെ ജർമ്മൻകാർ പിൻവാങ്ങി എന്നുള്ള കാര്യമാണ് അല്ലേ. അപ്പം അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ നമ്മുടെ ആദ്യത്തെ ഓഫീസർ ഉണ്ടല്ലോ, അദ്ദേഹം ഒരു ജർമ്മൻ കോട്ട് ഇദ്ദേഹത്തിന് സമ്മാനമായി, അല്ലെങ്കിൽ തണുപ്പൊക്കെ അല്ലേ ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് തന്നെ മനസ്സിലായി എന്തോ പുറത്ത് നടക്കുന്നുണ്ട്, ഇപ്പോൾ ഒരു നിശബ്ദതയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് മനസ്സിലാവുന്നു. അപ്പം രണ്ടും കൽപ്പിച്ച് അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി, ഇദ്ദേഹം ഈ ആറ്റിക്കിൽ നിന്ന് പുറത്തിറങ്ങാൻ തീരുമാനിക്കുകയാണ്, ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ താഴത്തേക്ക് വരുന്ന സമയത്ത് ഒരു ഓഫീസർ, വനിതാ ഓഫീസറെ കാണുന്നുണ്ട്. വനിതാ ഓഫീസറെ കാണുമ്പോൾ അവരോട് സംസാരിക്കാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. ഹലോ, എക്സ്ക്യൂസ് മീ എന്ന് പതിഞ്ഞ സ്വരത്തിൽ ഇദ്ദേഹം സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയതും ഇയാളെ തുറിച്ച് നോക്കിക്കൊണ്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പൊതി താഴെ ഇട്ടുകൊണ്ട് ജർമ്മൻ എന്ന് അലറിക്കൊണ്ട് നിൽക്കുന്ന സ്ത്രീയെയാണ്, അല്ലെങ്കിൽ ഈ ഗാർഡിനെയാണ്, ഓഫീസറെയാണ് ഇയാൾക്ക് കാണാൻ പറ്റുന്നത് അല്ലേ. അത് കേട്ടതും പിന്നീട് ആകെ ഒരു വെടിയൊച്ചയാണ് അവിടെ കേൾക്കാൻ സാധിക്കുന്നതും കാണാൻ സാധിക്കുന്നതും. ചുമരുകളൊക്കെ തട്ടിത്തെറിച്ചുകൊണ്ട് വെടിയുണ്ടകളിങ്ങനെ ചീറിപ്പാഞ്ഞ് വരികയാണ്. അപ്പോൾ അദ്ദേഹം വീണ്ടും ഒന്നും ആലോചിക്കാതെ വീണ്ടും പടി കയറി മുകളിലേക്ക് തന്നെ പോയി. എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇതുവരെ ഉണ്ടായിരുന്നൊരു ചുറ്റുപാടല്ല. ഇദ്ദേഹത്തെ വിളിക്കുന്നത് ജർമ്മൻ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ആകെ കൂടെ ഇവിടെ എന്തോ പ്രശ്നമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നു. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം അദ്ദേഹം ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ മനസ്സിലായത് താനിരിക്കുന്ന കെട്ടിടം മുഴുവൻ വളഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. തോക്കുധാരികളായിട്ടുള്ള ആളുകൾ വളഞ്ഞു നിൽക്കുന്നു, അതായത് സൈനികരെ വളഞ്ഞു നിൽക്കുന്നു. വെടിവെപ്പ്, ഗ്രനേഡുകൾ ഇതെല്ലാം അവിടെ നടക്കുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി താൻ എന്താണ് ഇവിടെ വീണ്ടും ആക്രമിക്കപ്പെടുകയാണോ, സ്വാതന്ത്ര്യത്തിൻ്റെ വക്കിൽ എത്തിയിട്ട് ഈ ഇവിടുത്തെ പട്ടാളക്കാരാണോ ഇപ്പോൾ തന്നെ വധിക്കാൻ പോകുന്നത് എന്നൊക്കെ അദ്ദേഹം ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി താനൊരു ജർമ്മനാണെന്ന് ഇവർ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ പട്ടാളക്കാർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മൻകാർ റിട്രീറ്റ് ചെയ്തു. ഇപ്പോൾ പോളണ്ടുകാരാണ് ഈ നിൽക്കുന്നത് എല്ലാവരും. അപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ കോട്ടെല്ലാം കണ്ടപ്പോൾ ഇദ്ദേഹം ഒരു ജർമ്മനാണ് എന്ന് ഭയന്നുകൊണ്ട് ജർമ്മൻകാർ തങ്ങളോട് ചെയ്ത ക്രൂരതകൾ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. അപ്പോൾ ഇയാളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, വെടിവെക്കരുത്, ഞാൻ പോളിഷാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ പടികളിങ്ങനെ ഇറങ്ങിയിട്ട് അദ്ദേഹം പറയാൻ ശ്രമിക്കുമ്പോൾ ആരും വിശ്വസിക്കില്ല പെട്ടെന്ന് അല്ലേ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ യൂണിഫോമും എല്ലാം കൂടെ കാണുമ്പോൾ വിചാരിക്കുകയാണ് ഇദ്ദേഹം ജർമ്മനാണെന്ന്. അങ്ങനെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോളിഷ് യൂണിഫോം ധരിച്ച തൊപ്പിയിൽ കഴുകൻ്റെ ചിത്രമൊക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരനായ ഓഫീസർ അവിടേക്ക് വരുന്നുണ്ട്, തോക്ക് ചൂണ്ടിക്കൊണ്ട്, പിസ്റ്റൾ ചൂണ്ടിക്കൊണ്ട് വരികയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഹാൻഡ്സ് അപ്പ് അല്ലേ, കൈകൾ ഉയർത്തു എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നു വെടിവെക്കരുത്, ഞാൻ പോളിഷാണ് എന്നൊക്കെ വീണ്ടും പറയുന്നുണ്ട്, സങ്കടത്തോടുകൂടി പറയുന്നുണ്ട്. അപ്പം ചോദിക്കുന്നുണ്ട് പിന്നെ നീ എന്താണ് താഴേക്ക് വരാതിരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കുന്നു. പിന്നെ ഇദ്ദേഹത്തെ സൂക്ഷ്മമായി പരിശോധിക്കുന്നു. എല്ലാം പരിശോധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇയാളൊരു ജർമ്മൻകാരനല്ല എന്നുള്ളതും. പിന്നെ യൂണിഫോമിൻ്റെ കഥയൊക്കെ സ്വാഭാവികമായും ഇദ്ദേഹം പറഞ്ഞു കൊടുത്തു കാണും അല്ലേ. അങ്ങനെ അവർ മനസ്സിലാക്കുന്നു ഇദ്ദേഹം ഒരു ജർമ്മൻകാരനല്ല എന്ന്. അങ്ങനെ ഇദ്ദേഹത്തെ അവർ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അങ്ങനെ കുളിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആൾ തന്നെയാണെന്ന് മനസ്സിലാവുന്നു. 2 ആഴ്ച കഴിയുന്നു. ഈ സൈന്യത്തിൻ്റെ പരിചരണത്തിൽ അദ്ദേഹം ഒന്ന് ഉഷാറായി വരുന്നുണ്ട്. വീണ്ടും അദ്ദേഹം ഈ വാഴ്സോ തെരുവുകളിലൂടെ ഭയമില്ലാതെ നടക്കുന്നതാണ് കാണുന്നത്. ഏകദേശം ഒരു 6 വർഷമായി കാണും ഇങ്ങനെ സ്വതന്ത്രമായി തങ്ങളുടെ നഗരത്തിലൂടെ ഇങ്ങനെ നടന്നിട്ട് എന്ന് അദ്ദേഹം ആലോചിക്കുകയാണ്. അപ്പോൾ അതിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹം അവിടെ കൊല്ലപ്പെട്ട ലക്ഷക്കണക്കിന് ജൂതന്മാരെ പറ്റി അദ്ദേഹം ആലോചിക്കുകയാണ് അല്ലേ. ഒന്നും അവശേഷിക്കുന്നില്ല,
ഇനി മുതൽ വേണം, നാളെ മുതൽ വേണം പുതിയൊരു ജീവിതം ആരംഭിക്കാൻ എന്ന ചിന്തകളുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ പിന്നിൽ മരണമല്ലാതെ മറ്റൊന്നും ഇല്ല, ഇപ്പോൾ ഞാൻ എൻ്റെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, അവസാനിക്കുന്നത്. ഇതാണ് നമ്മളുടെ ഈ പാഠത്തിൻ്റെ പേജ് വൈസ് സമ്മറി എന്ന് പറയുന്നത്. ദാറ്റ്സ് ഓൾ ഫോർ നൗ. സീ യു നെക്സ്റ്റ് ടൈം. താങ്ക് യു.